അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണാം. ആദ്യത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം. യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്ന് താഴേക്ക് എടുത്തെഴുതാം. 1. ഇഹ്സാനിൻ്റെ മറ്റൊരു അർത്ഥം. ഇഹ്സാനിൻ്റെ മറ്റൊരു അർത്ഥം എന്താണ്? ബ്രാക്കറ്റിൽ കാണാം, നന്മ ചെയ്യുക. 2. അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് എന്ത്? തൗഹീദ്. ബ്രാക്കറ്റിൽ കാണാം. 3. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ. ഏത് ദിക്റാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. 4. കൂട്ടുകാരെ പോലെ തന്നെയാണ് ഡാഷ്. പുസ്തകങ്ങളും കൂട്ടുകാരെ പോലെ തന്നെയാണ്. 5. യഥാർത്ഥ ശുദ്ധി ഉണ്ടാവേണ്ടത് എവിടെയാണ്? മനസ്സിലാണ്. യഥാർത്ഥ ശുദ്ധി ഉണ്ടാവേണ്ടത് മനസ്സിൽ നിന്നാണ്. 6. മനസ്സമാധാനം ലഭിക്കും. എന്തുകൊണ്ട്? ദിക്ർ കൊണ്ട് മനസ്സമാധാനം ലഭിക്കുമെന്ന് പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പ്രവർത്തനം 2 എണ്ണം വീതം എഴുതാം. 2 വീതം ഉദാഹരണം എഴുതി കൊടുക്കുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരങ്ങൾ ഏത് നിസ്കാരമാണെന്ന് എഴുതുക. ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അസ്ഖലു സ്വലാത്തി അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശാഇ വ സ്വലാത്തുൽ ഫജ്രി. ഇതിനർത്ഥം പഠിച്ചു വെക്കണം കേട്ടോ, ചിലപ്പോൾ അർത്ഥമായിരിക്കും ചോദിക്കുക. മുനാഫികൾക്ക് ഭാരമായി തോന്നുന്ന നിസ്കാരങ്ങളാണ് ഒന്ന് സുബഹും മറ്റൊന്ന് ഇശാഉം. അത് എഴുതിയാൽ മതിയാവും. 2. മനസ്സിനെ എന്തിൽ നിന്നെല്ലാം ശുദ്ധിയാക്കണം. ഉത്തരം: മ്ലേച്ഛമായ ചിന്തകൾ, സ്വഭാവങ്ങൾ, വിശ്വാസ വൈകല്യങ്ങൾ എന്നിവയെല്ലാം ഒഴിവാക്കലാണ് മനസ്സിനെ ശുദ്ധിയാക്കൽ. മനസ്സിനെ പറ്റി അള്ളാഹു പറഞ്ഞത് നിങ്ങൾക്കറിയാം, ഖദ് അഫ്ലഹ മൻ സക്കാഹ. മനസ്സിനെ സംരക്ഷിച്ചവൻ വിജയിച്ചു. അത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അർത്ഥം അറബി പഠിച്ചു നോക്കുക കേട്ടോ, അത് ആയത്താണ്. ഇനി അടുത്തത് ചോദ്യം 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രീതി നേടിയെടുക്കാവുന്ന കാര്യങ്ങൾ. ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ പകർത്തുക, അവിടുത്തെ മദ്ഹുകൾ പറയുക, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൂടെ നമുക്ക് അവിടുത്തെ പ്രീതി നേടിയെടുക്കാം. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. ചോദ്യം 1. ആളുകൾ വഞ്ചിതരാവുന്ന 2 കാര്യങ്ങൾ. ഉത്തരം: 1. ആരോഗ്യം, 2. ഒഴിവ് സമയം. അതിൻ്റെ ഒരു ഹദീസ് പാഠഭാഗത്തിലുണ്ടാകും. 13ാമത്തെ പാഠം അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാം. അതിൽ ആ ഹദീസ് കാണാം, നിഅമത്താനി മഅബൂനും ഫീഹിമ കസീറും മിനന്നാസി അസ്സിഹത്തു വൽ ഫറാഹു. അതിൻ്റെ അർത്ഥം കൂടെ പഠിച്ചു വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 2 അനുഗ്രഹങ്ങളിൽ മിക്ക ആളുകളും വഞ്ചിതരാണ്, ആരോഗ്യവും ഒഴിവു സമയവുമാണത്. അതാണ് അതിൻ്റെ അർത്ഥം. അത് അറബിയും അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥം പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ള ആ പാഠത്തിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് കൂടുതലായിട്ട്. ഇനി 2. ചിന്താശേഷി കുറയും ആരുടെ. ഉത്തരം: സിനിമ, സീരിയൽ, കോമഡി ഷോ, റിയാലിറ്റി ഷോ തുടങ്ങിയവ കാണുന്നവരുടെ ചിന്താശേഷി കുറയും. ചോദ്യം 3. മുടിയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു എന്ത്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അധിക കൊല്ലപരീക്ഷ ചോദ്യപേപ്പറുകളിലും വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഉത്തരം: മുടി അല്പം മുറിച്ച് ബാക്കി മുറിക്കാതെ വെക്കുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. 4. മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദുആ ഏത്. ഉത്തരം: റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അതിൻ്റെ അർത്ഥം പഠിച്ചു വെക്കുക. 5. ആരാണ് അഹ്ലു ബൈത്ത്. ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ,
സന്താനങ്ങൾ, അവിടുത്തെ മുഅ്മിനുകളായ അടുത്ത കുടുംബങ്ങൾ എന്നിവരാണ് അഹ്ലുൽ ബൈത്ത്. ചോദ്യം 6. മദ്ഹ് ഗീതം പാടിയതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാൾ അണിയിച്ചു ആർക്ക്? മഹാനായ കഅബ് റളിയല്ലാഹു അൻഹുവിന്. ചോദ്യം 7. ഏറ്റവും ഉത്തമർ ആര്? ഉത്തരം: ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ. ഇനി അതിന് അറബി എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ചോദ്യം 8. ഇബാദത്ത് എന്നാൽ എന്ത്? ഉത്തരം: അങ്ങേ അറ്റത്തെ താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അടുത്ത പ്രവർത്തനം: എന്ത് ചൊല്ലണം? ഈ സമയത്ത് എന്താണ് ചൊല്ലേണ്ടത്? 1. സദസ്സ് പിരിയുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. അത് നിർബന്ധമാണ് കേട്ടോ. അവസാനത്തെ പാഠത്തിലുള്ള ദിക്റുകളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ദിക്ർ ഇതാണ്: സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. 2. പുതുവസ്ത്രം ധരിക്കുമ്പോൾ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് വരാറുണ്ട്, പൊതുവേ എല്ലാ പരീക്ഷകളിലും വരാറുണ്ട്. പുതുവസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ: അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഇനി സാരം എഴുതാം. 1. അൽമർഅതു മഅ മൻ അഹബ്ബ. ഒരാൾ അവൻ ഇഷ്ടപ്പെടുന്നവനോടൊപ്പമായിരിക്കും ഉണ്ടാവുക. 2. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല. അള്ളാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനുമാണ്. അവസാനത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം. 1. വമൻ നളഫ സൗബുഹു ഡാഷ് വമൻ ത്വാബ റീഹുഹു ഡാഷ്. വമൻ നളുഫ സൗബുഹു സാല ഹമ്മുഹു വമൻ ത്വാബ റീഹുഹു സാദ അഖ്ലുഹു. ഇതിൻ്റെ അർത്ഥം കൂടെ പഠിച്ചു വെക്കുക. വസ്ത്രം വൃത്തിയായാൽ അസ്വസ്ഥത നീങ്ങും. സുഗന്ധം ഉപയോഗിച്ചാൽ ബുദ്ധി വർദ്ധിക്കും. ചിലപ്പോൾ അതും വരാം കേട്ടോ പരീക്ഷയിൽ. 2. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ദർറത്തിൻ മിൻ ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കുക. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ദർറത്തിൻ മിൻ കിബിരിൻ. അതിൻ്റെ അർത്ഥം കൂടെ പഠിക്കുക. അഹങ്കാരം അല്പം പോലുമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ദുറൂസുൽ ഇഹ്സാൻ എന്നുള്ള മോഡൽ ചോദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.